എല്ലാവർക്കും നമസ്കാരം. കോട്ടയം കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മൾ പതിവ് പോലെ ഒരു വാഹനത്തിന്റെ വിശേഷമായിട്ടല്ല ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. നിങ്ങൾ ഡൽഹിയിൽ നിന്നൊരു വാഹനം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിൽ നിങ്ങൾക്ക് അബദ്ധങ്ങൾ സംഭവിക്കാം, നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല റെസ്പോൺസ് ഉണ്ടായി. അപ്പോൾ കുറേ അധികം ആൾക്കാർ നമ്മളെ വിളിക്കുകയും നമുക്ക് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ആ വീഡിയോയുടെ ഒരു റെസ്പോൺസ് അനുസരിച്ച് നമ്മൾ രണ്ടാമതൊരു വീഡിയോ അല്ലെങ്കിൽ മൂന്നാമതൊരു വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യാനായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ വളരെയധികം ആൾക്കാർ നമ്മളോട് പറഞ്ഞു, നിങ്ങളിങ്ങനെയുള്ള കാര്യങ്ങൾ പറയണം എന്ന് പറഞ്ഞ് നമ്മളെ ഒരുപാട് പേര് വിളിച്ചു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിയിൽ നമ്മളൊരു വീഡിയോ കൂടെ ഇന്ന് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഈ വീഡിയോ കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോ ആയിരിക്കും. എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത്. ഞാൻ ആരെയും കുറ്റം പറയാനോ കുറച്ച് പറയാനോ അല്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കാരണം എന്നെ പോലെ നൂറുകണക്കിന് ആളുകൾ ഇവിടെ നിന്ന് വണ്ടികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരെ ചൂസ് ചെയ്യണം, ആരുടെ നിന്ന് വണ്ടി എടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. പക്ഷേങ്കിൽ നിങ്ങൾ പോയി പെടാൻ സാധ്യതയുള്ള ചില ചതിക്കുഴികളെ പറ്റിയൊക്കെയാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. അപ്പം താല്പര്യം ഇല്ല എന്നുള്ളവരോ അല്ലെങ്കിൽ എന്നെ അതിനകത്ത് ആ വീഡിയോ കണ്ടിട്ട് കുറച്ച് ആളുകൾ നമ്മളോട് ദേഷ്യമൊക്കെ ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് ആ വീഡിയോ കൊണ്ടുണ്ടായത് കൊണ്ടായിരിക്കാം. എനിവേ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ താല്പര്യമില്ലെങ്കിൽ എന്നോടൊരു ആ വീഡിയോയ്ക്കകത്ത് ഒന്ന് പെട്ടെന്ന് പറയടോ അല്ലെങ്കിൽ ഇട്ടേച്ച് പോടോ എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇട്ടു. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ പറഞ്ഞു, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഫുള്ളായിട്ട് കണ്ടാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ പേജ് അല്ലെങ്കിൽ ഈ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്ക് പോകാം. ഡൽഹിയിൽ നിന്ന് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് എന്നൊക്കെ ഉള്ളതും നമ്മൾ പോയി അബദ്ധത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത്. കാരണം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന ഓരോ രൂപയ്ക്കും അതിൻ്റേതായ മൂല്യമുണ്ട്. അത് ഒരു രീതിയിലും നിങ്ങൾക്ക് ഗുണപ്രദമാകാത്ത രീതിയിൽ ഒരു നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന മാനസിക വ്യഥ അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു എന്താ പറയുക, നിങ്ങൾക്കുണ്ടാകുന്ന ഒരു വിഷമമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അവയർനെസ് പോലെ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കത് രേഖപ്പെടുത്താം. ഇല്ല, എൻ്റെ നമ്പർ നമ്മളിതിൽ വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് മെസ്സേജായിട്ടോ വിളിച്ചോ ഒക്കെ പറയാം. നമ്മുടെ ചാനലിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളാകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് വരുന്ന എല്ലാ വാഹനങ്ങളുടെയും ഞാൻ പോയി കണ്ട് ഞാൻ തന്നെ ഇൻസ്പെക്റ്റ് ചെയ്ത് ഞാൻ എൻ്റെ ഫോണിൽ എടുക്കുന്ന ഫോട്ടോസാണ് മാക്സിമം അല്ല ഒരു 99% അതിനകത്ത് ഇടാറുള്ളത്. ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഫോട്ടോയോ വീഡിയോ ഒന്നും ക്ലിക്ക് ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരു ഏരിയയൊക്കെ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ അവർ തരുന്ന ഫോട്ടോസ് ഇടുക. അതും ഞാൻ നേരിട്ട് വണ്ടി കണ്ടതിന് ശേഷം മാത്രമേ ഞാനത് ഇടുകയുള്ളൂ എന്നുള്ള കാര്യവും ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, ലെങ്തി വീഡിയോ ആണ്. നിങ്ങളത് പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ഗുണത്തിലേ വരത്തുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത് വേറെ കുറച്ച് കാര്യങ്ങളാണെങ്കിൽ ഇപ്രാവശ്യം ഞാൻ പറയാൻ പോകുന്നത് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ഏരിയയെ പറ്റിയാണ് പറയുന്നത്. ഇൻസ്റ്റാഗ്രാം വീഡിയോസ്. അതിൽ തന്നെ ഞാൻ അതിനെ 2 കാറ്റഗറിയായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഡൽഹി യൂസ്ഡ് കാർ സെയിൽ ചെയ്യുന്ന ആളുകളുടെ ഇൻസ്റ്റാഗ്രാം, പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ടോ അല്ലെങ്കിൽ നാട്ടിൽ നിന്നിട്ടോ ഒക്കെ ചെയ്യുന്ന ആളുകളുടെ ഇൻസ്റ്റാഗ്രാം. ഇതിനെയൊക്കെ സംബന്ധിച്ചിട്ടുള്ള കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. നമ്മുടെ ആദ്യത്തെ ഏരിയ എന്ന് പറയുന്നത് ഡൽഹി മാർക്കറ്റിൽ വണ്ടികളുടെ പരസ്യം. ഡൽഹി ഡീലർമാർ വണ്ടിയുടെ ഇൻസ്റ്റാഗ്രാം വീഡിയോ ചെയ്യുന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഡൽഹി കാറുകളെ പറ്റി നിങ്ങൾ ഇൻസ്റ്റയിലോ യൂട്യൂബിലോ ഒക്കെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ അധികം ഷോർട്സ് കിട്ടും. ഈ ഷോർട്സിനകത്തൊക്കെ വളരെ വില കുറച്ചായിരിക്കും എല്ലാ വണ്ടികളുടെയും പറയുക. ഇതിനകത്ത് വലിയ ഒരു തട്ടിപ്പ് ഒളിഞ്ഞിരിപ്പുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടികൾ ചിലപ്പോൾ നിരത്തിയിട്ടിട്ട് ഒരു സിംഗിൾ വീഡിയോ, ഒരു 2 മിനിറ്റ് താഴെയുള്ളൊരു വീഡിയോ, ഇങ്ങനെ വണ്ടിയുടെ മോഡല്, വില ഇങ്ങനെ അങ്ങ് പറഞ്ഞങ്ങ് പോകും. ഈ വണ്ടികൾക്കൊക്കെ ആക്ച്വൽ പ്രൈസിനെക്കാട്ടിലും ഒരുപാട് വില താത്തായിരിക്കും നിങ്ങളോട് പറയുക.
ഇതിൻ്റെ മെയിൻ കാരണം ഈ വീഡിയോയിൽ അട്രാക്റ്റ് ചെയ്ത് നിങ്ങൾ ഇവരെ കോണ്ടാക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിക്കുന്ന ഒന്നാമത്തെ കാര്യം. ഈ ഒരു വില കേട്ടിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഈ വണ്ടി അയ്യോ ഇത്രയും വില കുറച്ച് കിട്ടുമോ, എന്നാൽ നമുക്ക് ഒന്നെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്ത് ഈ വണ്ടിയുടെ മറ്റ് ഡീറ്റെയിൽസ് അറിഞ്ഞ് നമുക്ക് വണ്ടി ഓൺലൈനിൽ കൂടെ തന്നെ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് പോയിട്ട് വണ്ടി പർച്ചേസ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഇവരെ വിളിക്കുമ്പോഴും ഇവർ ഈ ഒരു രീതിയിൽ മാത്രമേ ഇതിൻ്റെ ഡീറ്റെയിൽ പറയത്തുള്ളൂ. ഈ വണ്ടിക്ക് ഇത്ര രൂപയാണ്, വണ്ടി നല്ല സൂപ്പർ വണ്ടിയാണ്, നിങ്ങൾ ധൈര്യമായിട്ട് പോര്, അല്ലെങ്കിൽ നിങ്ങൾ അഡ്വാൻസ് ഇട്ടിട്ട് കയറിക്കോളൂ എന്നൊക്കെ പറയും. നിങ്ങൾ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ നിങ്ങളൊരു ടോക്കൺ അഡ്വാൻസ് കൊടുത്തിട്ട് കയറും, ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫ്ലൈറ്റ് എടുത്ത് പോരും, അല്ലെങ്കിൽ നിങ്ങൾ പോയി ക്യൂ നിന്ന് തൽക്കാലം എടുത്ത് അതിൻ്റെ അടുത്ത ദിവസം തന്നെ കയറി 2-3 ദിവസം കൊണ്ട് നിങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ സേവ് ഒക്കെ ചെയ്ത് വെച്ചിട്ടായിരിക്കും വരിക. ഈ വീഡിയോ ആയിട്ട് ഇവിടെ വരുമ്പോൾ ഇവർ പറയും ഇങ്ങനെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, പക്ഷേ അത് ഞങ്ങളുടെ സെയിലായിപ്പോയി, പക്ഷേ ഞങ്ങൾക്ക് അതേ ക്വാളിറ്റിയിലുള്ള അല്ലെങ്കിൽ അതിനെക്കാട്ടിലും ക്വാളിറ്റിയുള്ള വേറൊരു വണ്ടി ഇവിടെ അവൈലബിൾ ആണ്, അത് ഞങ്ങൾ നിങ്ങളെ കാണിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇവിടെ നിങ്ങൾ ശരിക്കും ട്രാപ്പിനകത്ത് പെട്ടുപോവാണ്. നിങ്ങൾ വണ്ടിക്കൂലി മുടക്കി അല്ലെങ്കിൽ നിങ്ങളുടെ സമയം, അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ആ സമയം അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ പെട്ടെന്ന് ഇവിടെ വന്നു കഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ പിന്നെ ഏതെങ്കിലും വണ്ടി എടുക്കാൻ നിർബന്ധിതരായി പോകും. ഏതെങ്കിലും ഒരു വണ്ടി എടുത്തിട്ടേ പോകാൻ പറ്റൂ എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തുകയും നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് തന്നെ, കാരണം നിങ്ങൾ കയറി വരുമ്പോൾ നിങ്ങൾ ഇവരെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും കയറി വരിക. നിങ്ങൾക്ക് ചിലപ്പോൾ ഭാഷയുടെ പ്രശ്നം ഉണ്ടാകാം, ഇവിടെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേറെ മാർഗങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾ ഇവരെ തന്നെ ആശ്രയിക്കേണ്ട ഒരു സാധ്യതയിലേക്ക് ഇവർ നിങ്ങളെ എത്തിക്കും. പിന്നെ ഇവർ കുറച്ച് പോളിഷ്ഡ് ആയിട്ടുള്ള വാക്കുകളൊക്കെ പറഞ്ഞ് നിങ്ങളെ അവിടെ പിടിച്ചിരുത്താൻ ശ്രമിക്കും. നിങ്ങളുടെ തലയിൽ എങ്ങനെയെങ്കിലും ഒരു വണ്ടി എടുത്ത് വെച്ച് തരാനായിട്ട് ഇവർ ശ്രമിക്കും. 2, ഈ വീഡിയോസ് ഇടുന്ന നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളും ഉണ്ട്. ഞാൻ എല്ലാവരും മോശക്കാരാണെന്നല്ല പറയുന്നത്, എന്നാൽ ഇതിൽ ഒരുപാട് തട്ടിപ്പുകാരുമുണ്ട്. ഇങ്ങനെ പല വണ്ടികളുടെയും വീഡിയോസ് ഇട്ടിട്ട് നാട്ടിൽ നിന്ന് അഡ്വാൻസ് വാങ്ങുകയും അതിനുശേഷം ഇവർ ഫോൺ എടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ വണ്ടികളില്ലാതിരിക്കുകയോ അങ്ങനെയൊക്കെ വരുന്ന ഒരുപാട് പേർക്ക് ചെറിയ എമൗണ്ടെന്ന് ഞാൻ അങ്ങനെ നിസ്സാരവൽക്കരിച്ച് പറഞ്ഞതല്ല, ചിലർക്ക് 10,000 രൂപ തൊട്ട് 1,00,000 രൂപ വരെ നഷ്ടപ്പെട്ട അവസ്ഥകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഡൽഹി മാർക്കറ്റിൽ ഉള്ള ആളുകൾ ഇടുന്ന ഇൻസ്റ്റാഗ്രാം വീഡിയോയുടെ ആധികാരികത നല്ല കൃത്യമായിട്ട് നിങ്ങൾ അന്വേഷിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം നിങ്ങൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് തീരുമാനം എടുക്കാൻ പാടുള്ളൂ. കാരണം എല്ലാ നാട്ടിലും എല്ലാ മേഖലയിലും നല്ല ആളുകളും ചീത്ത ആളുകളും ഉണ്ട്. അപ്പം നമ്മൾ ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്. ഇവർ കൂടുതലും ഇടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൈസ് ആയിരിക്കും ഇടുക, അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഓഫറുകളായിരിക്കും ഇടുക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, കാസർഗോഡുള്ളൊരു ടീം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഒരു ഓഡി Q3യുടെ വിലയ്ക്ക് 2 ഓഡി Q3, അതായത് 11 ലക്ഷം രൂപയ്ക്ക് 2 ഓഡി Q3 പെട്ടെന്ന് വിറ്റൊഴിക്കുന്നു. ഞാൻ പോകുന്ന അവരോട് പറഞ്ഞാണ് അത് തട്ടിപ്പാണ്, ഒരു കാരണവശാലും നിങ്ങൾ അതിനകത്ത് പോയി കൈയിടരുത്, നിങ്ങളെ അവർ ട്രാപ്പ് ചെയ്യുവാണ്, അതിനകത്ത് അങ്ങനെ ഒരു സംഭവം ഇല്ല, അങ്ങനെ ഒരു വണ്ടി ഇവിടെ കിട്ടാനുമില്ല. ഏറ്റവും അവസാനം ഇവർ സമ്മതിച്ചില്ല. ഇവരവിടുന്ന് 3 പേരോ 4 പേരോ ടിക്കറ്റ് എടുത്ത് ഇവിടെ കയറി വന്നു. ഞാനും ആ സമയത്ത് ട്രെയിനാണ് വരുന്നത്. ഞാൻ വരുന്ന അതേ ട്രെയിനിൽ ഇവർ തൽക്കാലം ടിക്കറ്റ് എടുത്ത് കയറി ഇവിടെ വന്നു. എന്നെ വീട്ടിൽ പോലും പോയി ഒന്ന് കുളിക്കാൻ പോലും സമ്മതിക്കാതെ നേരെ അവിടെ പോയി. സ്ഥലവും ഞാൻ പറയാം, കരോൾ ബാഗാണ്. അവിടെ ചെന്നപ്പോൾ ഞാൻ കരോൾ ബാഗാന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞതാണ് നിങ്ങൾക്ക് വല്ല നിവൃത്തി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വണ്ടി എടുക്കരുത് എന്നുള്ളത്. പക്ഷേങ്കിൽ അവരെന്നെ നിർബന്ധിച്ച് അവിടെ കൊണ്ടുപോയി. സ്ഥാപനത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അവിടെ ചെന്നപ്പോൾ അവർ ഇതുപോലെ തന്നെ സിമ്പിളായിട്ട് പറഞ്ഞു ആ ഓഫർ കഴിഞ്ഞു, അല്ല ആ ഓഫറിൽ വണ്ടി വിറ്റുപോയി, ഇനി ഞങ്ങളുടെ കയ്യിൽ വളരെ തുച്ഛമായ വിലക്കുള്ള ഒരു ഓഡി Q3 ഉണ്ട് എന്നും പറഞ്ഞിട്ട് ഞങ്ങളെ അവിടെ പിടിച്ച് നിർത്തി. ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു വണ്ടി കൊണ്ടുവന്നു. ആ വണ്ടി നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ ആ കൊണ്ടുവന്നവനായിട്ട് ഒരെണ്ണം കൊടുത്തേനെ. കാരണം അത്രയും ഏതോ കാട്ടിനകത്തുനിന്ന് വണ്ടി എടുത്തിട്ട് വന്നിട്ട് അതിൻ്റെ ഫുള്ള് ചെളിയും കുറേ കരിയിലകളും, അന്നേരം അവൻ ആ വിട്ട വൈപ്പറിൻ്റെ ആ ഒരു തെളിച്ചമല്ലാതെ ആ വണ്ടിയിൽ ഒരു കാര്യമില്ല. വണ്ടിയുടെ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളിത് വിട്. അപ്പോഴും അവർ പറഞ്ഞു വില കുറവല്ലേ, നിങ്ങൾ വണ്ടി നോക്ക് എന്ന് പറഞ്ഞു. ഞാൻ എൻജിൻ റൂം തുറന്ന് നോക്കുമ്പോൾ തന്നെ ഫുൾ ഓയിൽ ലീക്കാണ്. ഓയിൽ അടിച്ചിട്ട് അതിൻ്റെ ബോണറ്റിൻ്റെ മേളിൽ വരെ ഓയിൽ തെറിച്ച് നിൽക്കുകയാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇത് തട്ടിപ്പാണ് എന്നുള്ളതും. അതിനുശേഷം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ തൽക്കാലം ഇവിടെ തന്നെ ഒരു റൂമൊക്കെ എടുത്തൊന്ന് ഫ്രഷായി വൃത്തിയാകും, ഞാനും വീട്ടിൽ പോയി ഒന്ന് ഫ്രഷായിട്ട് വന്നിട്ട്
നമുക്ക് നല്ലൊരു വണ്ടി നോക്കി എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ വണ്ടി അവർക്ക് നല്ലൊരു സൂപ്പർ വണ്ടി എടുത്തു കൊടുക്കുകയും ചെയ്തു. അപ്പം ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ പ്രത്യേകിച്ച് ഡൽഹി ഇൻസ്റ്റാഗ്രാം പേജുകളിലൂടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങളോട് ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. ഇനി നമ്മൾ സംസാരിക്കുന്നത് രണ്ടാമത്തെ ഇൻസ്റ്റാഗ്രാം ആളുകളാണ്. നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഇൻസ്റ്റാഗ്രാം വീഡിയോ ചെയ്യുന്ന ആളുകൾ. ഇത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയേണ്ട ഒരു ഏരിയ ആണ്. നിങ്ങളെല്ലാവരും ക്ഷമയോടെ കേൾക്കണം. നൂറുകണക്കിന് ആളുകൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഡെയിലി 3-4 പേര് പുതിയ പുതിയ ആളുകൾ വരുന്നുണ്ട്. എല്ലാവരുടെയും വീഡിയോസും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അവരെൻ്റേതും ശ്രദ്ധിക്കുന്നുണ്ടാവാം. നമ്മളത് ശ്രദ്ധിക്കുന്നതിനകത്തൊന്ന് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടികളുടെ ഫോട്ടോസും വീഡിയോസും ചെറിയ ചെറിയ വീഡിയോസ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ഡീറ്റെയിൽസ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഫോട്ടോസ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇവർ ചെയ്യുന്നുള്ളത്. ഇതിലൊരു 99% അല്ലെങ്കിൽ ഒരു 80% മേലുള്ള ആളുകൾ ഈ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളല്ല. ഒന്ന്, ഇവിടെ ഏതെങ്കിലും രീതിയിൽ ജോലിക്ക് വന്ന ആളുകൾ പാർട്ട് ടൈം ആയിട്ട് ഇത് ചെയ്യുന്നു. 2, ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾ, JNUയിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, പല കോഴ്സുകൾ ചെയ്യാൻ വരുന്ന കുട്ടികൾ, അവരുടെ ഒരു പോക്കറ്റ് മണിക്ക് എന്നുള്ള രീതിയിൽ ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള വണ്ടികൾ എടുക്കുമ്പോഴത്തേന് നിങ്ങൾക്ക് പറ്റുന്ന ഒരു മെയിൻ പ്രശ്നം, ഇവർക്ക് വണ്ടിയുടെ ജസ്റ്റ് ഇവർക്ക് ഡ്രൈവിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നോർമലി അറിയാം എന്നുള്ളതല്ലാതെ ഇവർക്ക് ഒരു കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളല്ല. വണ്ടിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ആയിരിക്കുകയില്ല ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുന്നത് എന്നുള്ള കാര്യം ഞാൻ പറയുകയാണ്. അപ്പം ഇതിനകത്ത് ചോദ്യം വരാം, നീ എല്ലാം തികഞ്ഞ ആളാണോ എന്നുള്ളത്. അല്ല, ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറോ ഡീസൽ മെക്കാനിക് എഞ്ചിനീയറോ ഒന്നും അല്ല. പക്ഷെങ്കിൽ ഞാൻ കുറഞ്ഞത് ഒരു 6 വർഷമെങ്കിലും ഈ ഫീൽഡിൽ പല ആളുകളുടെ കൂടെ വർക്ക് ചെയ്ത് അതിനുശേഷം സ്വന്തമായിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങി. അല്ലെങ്കിൽ വണ്ടിയോട് അതുപോലെ താല്പര്യമുള്ളൊരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാനതിനെപ്പറ്റി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം പഠിച്ച് എന്നെക്കാട്ടിലും അറിവുള്ള ആളുകളുമായിട്ട് സംസാരിക്കുക, അവരുടെ കൂടെ പോവുകയും അങ്ങനെ നമ്മൾ കാര്യങ്ങൾ, നമുക്ക് സംശയമുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള നല്ല മെക്കാനിക്കുകളൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് പേരുണ്ട്, അവരുമൊക്കെ ആയിട്ട് സംസാരിച്ച് നമ്മൾ അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വന്ന് അതിന് കൃത്യമായിട്ട് വണ്ടിയുടെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വാങ്ങി നമ്മൾ ഫുൾ ടൈം ഇതെൻ്റെ പാഷനാണ്, ഇതെൻ്റെ ജോലിയാണ്, എൻ്റെ കരിയറാണ് എന്ന് തിരഞ്ഞെടുത്ത് ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളാണ് ഞാൻ. ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഞാനൊരു 5-6 വർഷത്തിനടുത്തായി ഈ ഒരു മേഖലയിൽ നിൽക്കുന്നു. ആ ഒരു സമയത്ത് ഞാൻ കുറേയധികം ആളുകളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ചെയ്യുന്നില്ല എന്നെല്ലാം ഞാൻ നോക്കി. നമ്മൾ ഒരിക്കലും ഒരു കസ്റ്റമറോട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന പാഠമാണ് ഞാൻ ആദ്യം പഠിച്ചത്. പലരുടെ കൂടെ നിന്ന് ഞാനത് എൻ്റെ പല എക്സ്പീരിയൻസുകളിലൂടെ മുന്നോട്ട് വന്നതുകൊണ്ട് തന്നെ എനിക്ക് കോൺഫിഡൻസ് ആയിട്ട് നിങ്ങളോട് പറയാൻ പറ്റും, ഞാൻ എടുത്തു കൊടുക്കുന്ന വണ്ടികൾ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ തന്നെ എടുത്തു കൊടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. മാത്രമല്ല, എനിക്കൊരു മാസം ഇത്ര വണ്ടി വിൽക്കണം എന്നുള്ള ടാർഗറ്റൊന്നും വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന ആളല്ല. വിറ്റില്ലെങ്കിൽ വിറ്റില്ലെന്നേ ഉള്ളൂ. സമാധാനമായിട്ട് എനിക്ക് കിടന്നുറങ്ങാൻ പറ്റും. ഒരു വണ്ടിയെ കൊടുത്തുള്ളെങ്കിലും ആ കൊടുക്കുന്ന വണ്ടി നല്ല ക്ലീൻ പീസ് വണ്ടി തന്നെ നമ്മളെടുത്ത് കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞത്, ഇതുപോലുള്ള വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും ജോലിക്ക് വന്നവർ, പാർട്ട് ടൈം ആയിട്ട് ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്നവർ വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവർ ഇടുമ്പോഴത്തേനും അവർക്ക് ആ വണ്ടിയെ പറ്റിയോ അതിൻ്റെ ഒരു കണ്ടീഷനെ പറ്റിയോ ഒന്നും ആക്ച്വലി വലിയൊരു ധാരണയൊന്നും ഉള്ളവരായിരിക്കുകയില്ല അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു കാറ്റഗറി അതിൽ തന്നെയുള്ള ആളുകളാണ്. ഈ വണ്ടി വിൽക്കാൻ വേണ്ടി തന്നെ ഡൽഹിയിൽ വന്ന് ഇവിടെ നിന്ന് വണ്ടികൾ നോക്കി വീഡിയോസൊക്കെ ചെയ്ത് നല്ല വണ്ടികൾ എടുത്ത് കൊടുക്കുന്ന ഇഷ്ടം പോലെ പേരുണ്ട്. എന്നാൽ വണ്ടികൾ നല്ല വണ്ടികളല്ലാതെ എങ്ങനെയെങ്കിലും വണ്ടി വിറ്റ് 10 പൈസ കയ്യിലുണ്ടാക്കണം എന്ന മാത്രം ചിന്തയോടുകൂടി യാതൊരു എത്തിക്സും ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഇൻസ്റ്റാഗ്രാം വീഡിയോ കണ്ട് ആരെ വേണേലും കോൺടാക്ട് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമാണ് കുറച്ചും കൂടെ ആളുകൾക്ക് പെട്ടെന്ന് റീച്ച് ആകുന്ന ഒരു മേഖല. യൂട്യൂബ് ചാനലിലെ വീഡിയോസൊക്കെ കുറച്ച് ലെങ്തി വീഡിയോസ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഇരുന്ന് കാണാൻ ആൾക്കാർക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് ഈ 1 മിനിറ്റ് 1.5 മിനിറ്റുള്ള വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ വണ്ടി എടുക്കാനായിട്ട് തയ്യാറാകുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ വണ്ടി എടുക്കുന്ന ആളുകളോട് നിങ്ങൾ ക്ലിയർ ആയിട്ട് സംസാരിക്കണം. നിങ്ങളെ കാണിക്കുന്ന ഒരു 80% മുകളിൽ വാഹനങ്ങൾ വിലക്കുറവുള്ള വണ്ടികളായിരിക്കും. അല്ലെ അവർ പറയുന്ന വണ്ടികളുടെ വില തീർത്തും കുറവായിരിക്കും. ഈ കുറവ് വരുന്ന മിക്കവാറും വണ്ടികൾ ടാക്സി പെർമിറ്റ് ഉള്ള വണ്ടികളായിരിക്കും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനെപ്പറ്റിയൊക്കെ ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ വണ്ടികൾ ആക്സിഡൻ്റൽ ആയിട്ടുള്ള വാഹനങ്ങളാകാം,
പൂർണ്ണമായ സർവീസ് റെക്കോർഡ്സ് ഇല്ലാത്ത കിലോമീറ്ററുകൾ ലക്ഷങ്ങൾ ഓടിയ വണ്ടികളൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെയുള്ള കാറ്റഗറിയിൽ വരിക. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇൻസ്റ്റാഗ്രാം വീഡിയോ കണ്ട് തന്നെ വണ്ടി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾ ഈ ഇൻസ്റ്റാഗ്രാം വീഡിയോ നിങ്ങൾക്ക് തരുന്ന അല്ലെങ്കിൽ ആ ഏജൻറ്റിനോട് അല്ലെങ്കിൽ ആ വണ്ടി ബിസിനസ് ചെയ്യുന്ന ആളുകളോട് വണ്ടിയുടെ ഇൻറ്റീരിയർ, എക്സ്റ്റീരിയർ, എൻജിൻ റൂം എല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു ഫുൾ ലെങ്ത് വീഡിയോ നിങ്ങൾ ആവശ്യപ്പെടുക. അത് അവരെത്ര പേര് നിങ്ങൾക്ക് തരും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടാനായിട്ട് നമുക്കൊരു മിനിമം ടൈം ലെങ്ത് ഉണ്ട്, അതിലേ പറ്റത്തുള്ളൂ. ഓക്കെ, അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് അവരൊരു വണ്ടിയുടെ ഇൻറ്റീരിയറിൻ്റെ, എക്സ്റ്റീരിയറിൻ്റെ, അണ്ടർ ബോഡിയുടെ ഉൾപ്പെടെ എൻജിൻ റൂം, വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടിയുടെ റണ്ണിങ് ഉൾപ്പെടെയൊക്കെ ഉള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തരാനായിട്ട് അവർ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വണ്ടിയെ പറ്റി നല്ലൊരു ഐഡിയ കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് മാത്രം നിങ്ങൾ വണ്ടി എടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ വണ്ടിയുടെ ജസ്റ്റ് ഒരു വാക്ക് അറൗണ്ട് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വണ്ടി എടുക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വണ്ടിയെ പറ്റി വലിയൊരു ഐഡിയ കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ അവരോട് ചോദിക്കുക, അവർക്ക് യൂട്യൂബ് ചാനലുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞങ്ങൾക്ക് തരാനായിട്ട് സാധിക്കുമോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അവരോട് ചോദിച്ച് അങ്ങനെയുള്ള വീഡിയോയും കാര്യങ്ങളും ഡോക്യുമെൻറ്റ്സ് എല്ലാത്തിൻ്റെയും ഫോട്ടോ നിങ്ങൾക്ക് കിട്ടുമോ, അല്ലെങ്കിൽ നമുക്ക് NOCയുടെ പർപ്പസിന് നിങ്ങൾ കുറച്ചും കൂടെ നിങ്ങളുടെ എന്തൊക്കെ ഡൗട്ടുകളുണ്ടോ അതൊക്കെ നിങ്ങൾ അവരോട് ചോദിക്കുക. അതൊക്കെ അവർക്ക് ക്ലിയർ ആയിട്ട് നിങ്ങളോട് പറഞ്ഞു തരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഫീൽഡുമായിട്ട് അത്യാവശ്യം നല്ല ബന്ധമുള്ള ആൾക്കാരാണ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നിങ്ങൾ ചോദിക്കുന്ന ചില കാര്യങ്ങൾക്ക് ഉത്തരമില്ലാതെ നിൽക്കുകയും അതൊക്കെ റെഡിയാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾ തീർച്ചയായിട്ടും സംശയിക്കുക. ഇവിടുന്ന് വണ്ടികൾ എടുത്തുകൊണ്ട് പോയിട്ട് പ്രത്യേകിച്ച് ഡോക്യുമെൻറ്റ്സ് കിട്ടാതെ അല്ലെങ്കിൽ പേപ്പർ ഭാഗം, പ്രത്യേകിച്ച് NOC ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കിട്ടാതെ കുടുങ്ങിപ്പോയ ഒരുപാട് ആളുകൾ നാട്ടിലുമുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിലും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ കുറേ ഡയലോഗ് വന്നേച്ച് ഹായ് ഹൂ എന്നും പറഞ്ഞ് കാറി കൂവിയിട്ടോ തമിഴിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ മിക്സ് ചെയ്ത് സംസാരിച്ചിട്ടോ കുറേ കൂളിംഗ് ഗ്ലാസ് വെച്ച് ജാട കാണിച്ചിട്ടോ ഒന്നും കാര്യമില്ല. നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യമാണോ അതിനകത്തൊരു ക്ലാരിറ്റി നമ്മൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുമ്പോഴാണ് നമുക്ക് അതിൻ്റെ അകത്തൊരു മുന്നോട്ടുള്ള യാത്രയിൽ സുഗമമായിട്ട് പോകാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഇതിൻ്റെ വേറൊരു വശം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളോടും പറഞ്ഞ് ഞാനിത് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ പറയുന്ന മൂന്നാമത്തെ കാറ്റഗറി, ഇതാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയ. ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ള മൂന്നാമത്തെ സെഗ്മെന്റ് ആൾക്കാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കുറച്ചധികം ആളുകൾ ഇവിടെ വരും, ഒരു മാസം ഒരു 10 ദിവസമൊക്കെ ഇവിടെ വന്ന് നിൽക്കും, പിന്നെ അങ്ങ് നാട്ടിലേക്ക് പോകും, കുറച്ച് വണ്ടിയുടെ വീഡിയോ ചെയ്യും, കുറച്ച് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും, കുറച്ച് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യും, കുറച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും. അവരൊരു റീച്ച് ഉണ്ടാക്കിയെടുക്കും. പിന്നെ അവരിങ്ങോട്ട് വരത്തില്ല. അവർ ഈ വരുന്ന സമയത്ത് ഇവിടുത്തെ കുറച്ച് ഡീലർമാരായിട്ടും കുറച്ച് ഏജന്റുമാരും ഒക്കെ ആയിട്ട് ഇവർക്കൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കും. അവരുടെയൊക്കെ പ്രൈവറ്റ് ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഡെയിലി വണ്ടികളുടെ ഡീറ്റെയിൽ വന്നുകൊണ്ടിരിക്കുക. എനിക്ക് തന്നെ ഒരു 10-40 ഗ്രൂപ്പിന് മുകളിൽ ഞാൻ അംഗമാണ്. എനിക്ക് ഡെയിലി ഒരു 1000 ഫോട്ടോയൊക്കെ എടുത്ത് വരുന്നുണ്ട്, ഡീറ്റെയിലും വരുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇവിടെ വന്ന് 2-3 വീഡിയോസൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേന്, അല്ലെങ്കിൽ 10 വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേന് നമ്മുടെ നാട്ടിലുള്ളവർ ചിന്തിക്കുന്നത് ഇവർ ഫുൾ ടൈം ഇവരിവിടെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഇവരെ വിശ്വസിച്ച് വണ്ടി എടുക്കാം. നിങ്ങൾ അവരുടെ ഈ ഗ്രൂപ്പിലോ അല്ലാതെയൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യും, നിങ്ങൾ അവരുടെ എൻക്വയറി എടുക്കും. നിങ്ങൾ എൻക്വയറി എടുക്കുമ്പോൾ തന്നെ ഇവർ നാട്ടിലായിരിക്കും. ഇവർ നാട്ടിലിരുന്നിട്ട് നിങ്ങളുടെ എൻക്വയറി എന്താണോ അത് ഇവിടുത്തെ ഡീലർമാർക്ക് സ്പ്രെഡ് ചെയ്യും, ബ്രോഡ്കാസ്റ്റ് ചെയ്യും. ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് 100 കണക്കിന് വണ്ടികളുടെ ലിസ്റ്റ് അങ്ങോട്ട് ചെല്ലും. അതിൽ അവർക്ക് അത് കൊള്ളാം എന്ന് തോന്നുന്ന ഒരു വണ്ടി നിങ്ങൾക്ക് അവർ ഫോർവേഡ് ചെയ്യും. അവർ വണ്ടി കാണത്തില്ല, അവർക്ക് വണ്ടിയുടെ ആക്ച്വൽ കണ്ടീഷൻ അറിയത്തില്ല, വണ്ടിയുടെ മറ്റു കാര്യങ്ങൾ അറിയത്തില്ല, ഒന്നും അറിയത്തില്ലാതെ നാട്ടിലിരുന്നുകൊണ്ട് നിങ്ങളുമായിട്ട് ഡൽഹിയിലാണെന്നും പറഞ്ഞ് സംസാരിച്ചിട്ട് വണ്ടി ക്ലോസ് ചെയ്ത് വണ്ടി ഇവിടുന്ന് കയറ്റി വിടും. ഈ വണ്ടി അവിടെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇവർ കൈമലത്തും. അപ്പോൾ അങ്ങനെയുള്ള ഡേഞ്ചർ സിറ്റുവേഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. വളരെ 100% കള്ളം പറഞ്ഞ് വണ്ടി വയ്ക്കുന്ന ആളുകളും ഇവിടെ ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ കേൾക്കുന്നവരൊക്കെ എന്നോട് ദേഷ്യം തോന്നും, നീ എല്ലാം തികഞ്ഞ മിടുക്കനാണോ എന്ന് വിചാരിക്കരുത്. ഞാനുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. എന്നെ വിളിക്കുന്നവർക്കറിയാം, ഞാൻ വളരെ 2 മാസം ഒക്കെ കൂടുമ്പോഴാണ് ഞാൻ നാട്ടിൽ പോവുക. കൂടിപ്പോയാൽ ഞാൻ മാക്സിമം നിൽക്കുന്ന ഒരാഴ്ച. ഈ ഒരാഴ്ചക്കകത്ത് ഞാൻ ഇവിടുന്ന് ഒരു വണ്ടി ഡ്രൈവ് ചെയ്തായിരിക്കും പോകുന്നത്. ആ വണ്ടി കൊണ്ടുചെല്ലാനുള്ള 3 ദിവസം എടുക്കും. 4ാമത്തെ ദിവസം വണ്ടി ഡെലിവറി ചെയ്യാൻ വേണ്ടി പോകും. പോയിട്ട് 2 ദിവസം കൂടെ അല്ലെങ്കിൽ 3 ദിവസമാണ് മാക്സിമം ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുക. അത് കഴിഞ്ഞ് ഞാൻ നേരെ തിരിച്ച് ഇവിടെ എത്തും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്നെ വിളിക്കുന്ന എല്ലാവരോടും ഞാൻ പറയും, ഞാൻ നാട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ നാട്ടിലാണ്, ഞാൻ ഇന്ന ഡേറ്റിൽ തിരിച്ചെത്തത്തുള്ളൂ. ആ ഒരു സമയത്തേന് നിങ്ങൾക്ക് എന്താണോ വണ്ടി, ഏത് വണ്ടിയാണോ വേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ്
നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. ഞാൻ തിരിച്ച് ഡൽഹിയിലെത്തിയതിന് ശേഷം നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. അന്നേരം നമുക്ക് വിശദമായിട്ട് സംസാരിച്ച് ഞാൻ പോയി വണ്ടികൾ നോക്കിയെടുത്ത് തരാം എന്നാണ് ഞാൻ പറയുക. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെയൊക്കെ അവയർനെസ് കാണിക്കണം എന്നാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരു കാരണവശാലും ഡൽഹി NCRന് ഔട്ട്സൈഡിലൊക്കെ പോയി ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് വണ്ടി എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം അവിടെയൊക്കെ വലിയ വലിയ അപകടങ്ങൾ പതിയിരിപ്പുണ്ട്. നിങ്ങൾ ചിലപ്പോൾ അവരുടെ വാക്കും വിശ്വസിച്ച് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെല്ലുമ്പോൾ ചിലപ്പം നമ്മളെ ശാരീരികമായിട്ട് ഉപദ്രവിക്കാനും നമ്മുടെ കയ്യിലുള്ള പണം അപഹരിക്കാനും ഒക്കെ ഉള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായ ആളുകളെ എനിക്കറിയാം. എൻ്റെ കൂടെ ഉണ്ട് ഇപ്പോഴും. നല്ല ഇടി കിട്ടിയ ഒരു ചേട്ടൻ എൻ്റെ കൂടെ ഉണ്ട്. കാരണം അവരുടെ പണം പോയി, അവരുടെ സ്വർണം പോയി, അവർ പോയ വണ്ടി വരെ അവിടെ നഷ്ടപ്പെട്ടു പോയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ലാപ്ടോപ്പ് ഉൾപ്പെടെ പോയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഔട്ട്സൈഡ് NCR ഗ്രാമപ്രദേശങ്ങളിൽ UPയുടെയും ഹരിയാനയുടെ ഒക്കെ ഉൾഗ്രാമങ്ങളിൽ പോയിട്ട് വിലക്കുറവും കണ്ടുകൊണ്ട് ഓടിപ്പോയി വണ്ടി എടുക്കാം എന്നും പറഞ്ഞിട്ട് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ജീവൻ പോലും നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ പറയുകയാണ്. ഇനി ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതുപോലെ ലാസ്റ്റായിട്ട് ഒരു കാര്യം ഞാൻ പറയുകയാണ്. ഒരു കാര്യം ഇത് നിങ്ങളും അറിയണം എന്നുള്ളത് കൊണ്ടാണ്. വളരെയധികം ആളുകൾ ഇവിടെ വണ്ടി എടുത്തു കൊടുക്കുന്ന ആളുകൾ, എന്നോട് ദേഷ്യമുള്ള ആളുകൾ, അങ്ങനെയൊക്കെയുള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മളായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യുന്ന മറ്റുള്ള ആളുകൾ വളരെ രഹസ്യമായിട്ട് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാറ്റ് ഗ്രൂപ്പിനകത്ത് കയറിയിരിക്കുകയും ഞാൻ എവിടെ നിന്നാണ് വണ്ടി എടുക്കുന്നത്, ഞാൻ എത്ര വണ്ടി എടുത്തു, അല്ലെങ്കിൽ ആരുടെ കയ്യിൽ നിന്ന് വണ്ടി എടുത്തു, ഇതൊക്കെ തപ്പി നടക്കുക. അവിടെയൊക്കെ പോയി നമ്മളെപ്പറ്റി മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുക. അല്ലെങ്കിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്ന് പറയുന്നത് എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാറ്റ് ഗ്രൂപ്പിൽ കയറി പതിയിരിക്കുകയും അതിനകത്ത് ജോയിൻ ചെയ്യുന്ന ആളുകളുടെ നമ്പർ കോപ്പി ചെയ്തെടുത്തിട്ട് അവരെ വിളിച്ച് നിങ്ങൾക്ക് ഏതാ വണ്ടി വേണ്ടെന്നൊക്കെ ചോദിക്കുന്ന കുൽസിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ചേട്ടന്മാരോട് എനിക്ക് പറയാനുള്ളത്, മറ്റുള്ളവൻ്റെ അധ്വാനത്തിൻ്റെ ഫലം തട്ടിപ്പിലൂടെ തട്ടിയെടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. അവിടെ നിങ്ങൾ വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം നിങ്ങൾക്ക് എല്ലാം മോഷ്ടിക്കാൻ പറ്റും, ഒരാളുടെ കഴിവിനെ മോഷ്ടിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കത്തില്ല. എൻ്റെ കഴിവിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. പിന്നെ വളരെ മോശമാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കാനൊക്കെ ശ്രമിക്കുന്നതായിരിക്കും കുറച്ചും കൂടെയൊക്കെ നല്ലത്. 1-2 പേരെയൊക്കെ ഞാൻ ഗ്രൂപ്പിൽ നിന്ന് എടുത്ത് കളഞ്ഞു. ചില ആളുകളെയൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ സംസാരിക്കാം, നിങ്ങൾ കാണിക്കുന്ന മോശമാണ് എന്ന് പറയാൻ വേണ്ടി തന്നെ ഇരിക്കുവാണ്. പിന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളതിൽ പെട്ടെന്ന് വിജയിച്ചില്ലെങ്കിലും നിങ്ങൾ നിശ്ചയമായിട്ടും വിജയിക്കുമെന്ന വിശ്വാസത്തോടെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്തത് നിങ്ങളല്ല ഈ വീഡിയോ കണ്ടിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വണ്ടി എടുക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ ആരുടെ കയ്യിൽ നിന്ന് വണ്ടി എടുത്താലും ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. എൻ്റെ മൊബൈൽ നമ്പർ ഞാനിതിൽ വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് വിളിച്ചറിയിക്കുകയോ വാട്സപ്പിൽ മെസ്സേജ് ഇടുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഡൽഹിയിൽ നിന്ന് ഒരു ഹൈ ക്വാളിറ്റി വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാറ്റ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാറ്റ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് വരുന്ന നല്ല വണ്ടികളുടെ എല്ലാ ഫോട്ടോസും ഡീറ്റെയിൽസും ഞാൻ അതിനകത്ത് ഇടാറുണ്ട്. നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും ലിങ്കും നമ്മൾ ചെയ്യാറുണ്ട്, അതിനകത്ത് ഇടാറുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഡൽഹിയിൽ നിന്ന് ഒരു വാഹനം സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ പറ്റി നിങ്ങൾ അവരോട് പറയുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വണ്ടി എടുക്കാനായിട്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് പ്ലാൻ ചെയ്യുന്ന ആളുകളെയൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അവരിലേക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നുള്ളൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. കാരണം കുറച്ചൊക്കെ കാര്യങ്ങൾ ആൾക്കാർക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകും. അതുപോലെ നമ്മളിത് ആദ്യം ചെയ്ത ഒരു വീഡിയോ ഉണ്ട്, ആ വീഡിയോയും നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ഒന്ന് ശ്രമിക്കുക. അതും കുറച്ച് ലെങ്തി വീഡിയോ ആണ്, പക്ഷേ എല്ലാം ഇങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു വീഡിയോയുടെയും റെസ്പോൺസ് അനുസരിച്ച് നമ്മൾ വേറൊരു ടോപ്പിക്കായിട്ട് ഇതിനകത്ത് വരുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞ ഈ 2 കാറ്റഗറിയിലുള്ള ആളുകളെക്കാട്ടിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 3ാമത്തെ കാറ്റഗറിയിലുള്ള ആളുകളാണ്. അവരിവിടെ വരും, നിങ്ങൾക്ക് കുറച്ച് പരസ്യം പോലെ അവർ കുറച്ച് വീഡിയോസ് ചെയ്തിട്ട് അവർ നാട്ടിലേക്ക് പോകും. അവർ പിന്നീട് ഇവിടെയുള്ള വണ്ടികളൊന്നും കാണുന്നില്ല. കാണാതെ വണ്ടി എടുത്ത് തരുന്ന അവരെ പോലെയുള്ള ആളുകളെ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത്. അങ്ങനെ ചെയ്തതും ചെയ്തിട്ട് വന്ന കുഴപ്പങ്ങളും അങ്ങനെ ചെയ്യുന്ന ആളുകളെയൊക്കെ എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് അറിയാം. നാട്ടിലിരുന്നുകൊണ്ട് ഇവിടുത്തെ വണ്ടി വിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അതിനകത്തൊന്നും പോയി പെടാതിരിക്കുക എന്നുള്ളൊരു കാര്യം മാത്രം ഞാൻ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നന്ദി.